ആഭാരവർദ്ധ ജനങ്ങൾക്കും എൻ്റെ ഗുരുക്കന്മാർക്കും എൻ്റെ നമസ്കാരം. ഞാനിപ്പോൾ പറയാൻ പോകുന്ന ഭാഗവത മാഹാത്മ്യം. ഇത് ഒരിക്കൽ ഞാൻ പറയുണ്ടായി, പക്ഷേ എനിക്കത്ര ഓർമ്മയില്ല. ആരൊക്കെ കേട്ടിട്ടുണ്ടോ ആരൊക്കെ കേട്ടിട്ടുണ്ടാവില്ല അറിയില്ല. ഏതായാലും ചതുർത്ഥോധ്യായയിൽ പറയുന്നതാണ് ഇത്. സ്കന്ധം 4 പറയുന്നതാണ് കാണുന്നത്. അതിൽ ഗോകർണ ചരിത്രം, ഗോകർണനാണ് പ്രധാന ആൾ, അയാളുടെ ചരിത്രമാണ് ഞാൻ പറയുന്നത്. ദക്ഷിണ ഭാരതത്തിൻ്റെ ഭാഗവശത്ത് ഭൂമിയുടെ തുംഗഭദ്ര നദീതീരത്ത്, തുംഗഭദ്ര എന്നൊരു നദിയുണ്ട്, അതിപ്പോൾ കർണാടകയിലാണ് ഉള്ളത്. ആ നദീതീരത്ത് ആത്മദേവൻ എന്നൊരു ബ്രാഹ്മണനുണ്ടായിരുന്നു. ആത്മദേവൻ അദ്ദേഹം വളരെ ഭക്തിമാനും എല്ലാ കർമ്മങ്ങളും ദാനധർമാദികൾ എല്ലാം ചെയ്യുന്ന ആളും, അങ്ങനെ എല്ലാം കൊണ്ടും ഭക്തിമാനും ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യയാണെങ്കിലോ ധുന്ധുലി എന്നാണ് പേര്. സൗന്ദര്യവതിയും ധാരാളം ആഭരണങ്ങളും സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കുന്ന ഒരു സ്ത്രീയും ആയിരുന്നു. അവർക്ക് ഭൗതിക ചിന്തകൾ മാത്രമേ ഉണ്ടായിരുന്നു, ആത്മീയത്തിൻ്റെ അംശം പോലും ഇല്ലായിരുന്നു. എപ്പോഴും ഞാൻ നന്നായിരിക്കണം, ഭംഗിയായിരിക്കണം എന്നുള്ള ഒരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹം അവളുടെ ഒരു ഒരു പണിക്കാരനെ പോലെയായിരുന്നു. ഭർത്ത് ജോലി എന്ന് പറയും, ഇന്നത്തെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഭർത്താവിൻ്റെ ജോലി മാത്രം ചെയ്തിരുന്നു, യാതൊരു അധികാരവുമില്ല. അങ്ങനെ ജീവിച്ചിരുന്നു. പക്ഷെ വളരെ ഭക്തനും ദാനശീലനും എല്ലാമായിരുന്നു. ഇങ്ങനെ ജീവിതം നടന്നുകൊണ്ട് പോകുന്ന സമയത്ത് അദ്ദേഹത്തിന് അലട്ടിയിരുന്ന വലിയൊരു പ്രശ്നം ഭാര്യ കൂടിയായിരുന്നില്ല, സന്താനമില്ല. അതിനുവേണ്ടി അദ്ദേഹം ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തു, യാതൊരു ഫലവും ഉണ്ടായില്ല. ഇത് അദ്ദേഹത്തിന് എന്നും അലട്ടിയിരുന്നു. സന്താനഭാഗ്യമില്ലല്ലോ ഈശ്വര എന്ന് അദ്ദേഹത്തിന് മനസ്സിനെ എപ്പോഴും അലട്ടിയിരുന്നു. ഒരു ദിവസം അദ്ദേഹം ധുന്ധുലിയോട് ഒന്നും പറയാതെ തന്നെ അടുത്തുള്ള ഒരു വനത്തിൽ പോയി, ഒരു വൃക്ഷച്ചുവട്ടിൽ പോയി ഇങ്ങനെ ഇരുന്ന് സങ്കടപ്പെട്ടുകൊണ്ടിരുന്നു. ആ സമയത്ത് ആ നദിയുടെ കരയിലാണ് ആ വൃക്ഷം ഇരിക്കുന്നത്. ആ നദിയിൽ വെള്ളം കുടിച്ച് മുഖം കഴുകി ഒരു യോഗീശ്വരൻ, ഒരു ഋഷി വരുന്നുണ്ട്. ഇദ്ദേഹം ഉടനെ അവിടെ ചെന്നു, അദ്ദേഹത്തിന് തൊഴുതു നമസ്കരിച്ചു. ആ ഋഷീശ്വരൻ ചോദിച്ചു, നിങ്ങൾ ആരാണ്? നിങ്ങളെ കണ്ടാൽ ഒരു ശ്രേഷ്ഠനാണ് എന്ന് എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നുന്നു. അതുമാത്രമല്ല, നിങ്ങളുടെ മനസ്സിന് എന്തോ ഒരു ദുഃഖം അലട്ടുന്നുണ്ട്. വിരോധമില്ലെങ്കിൽ അത് എന്നോട് പറയാം എന്ന് പറഞ്ഞു. ആത്മദേവൻ ഉടനെ അദ്ദേഹത്തെ നമസ്കരിച്ച് പറഞ്ഞു, സാക്ഷാൽ ഭഗവാനെ, നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ്. എൻ്റെ മനസ്സിലുള്ള ദുഃഖം ഞാൻ തുറന്നു പറയാം. എനിക്ക് എല്ലാ സമ്പത്തുകളും ഉണ്ടെങ്കിൽ കൂടി സന്താനമില്ല, പുത്രനില്ല എന്ന് പറഞ്ഞു. ഇത് കേട്ട ഉടനെ ആ മഹർഷി എന്ത് പറഞ്ഞു വെച്ചാൽ, ഹേ വിപ്ര, ബ്രാഹ്മണ, ഇത് പൂർവജന്മത്തിൻ്റെ കർമ്മഫലമാണ്. കർമ്മഫലം മാറ്റാൻ ആരെ കൊണ്ടും സാധിക്കില്ല. അതുകൊണ്ട് കർമ്മഫലം അനുഭവിച്ചേ തീരൂ. താങ്കളുടെ ഈ ജന്മം അതിന് യോഗമില്ല എന്ന് വിചാരിച്ച് നേരെ ഭവനത്തിൽ പോയി ഭാര്യയോടുകൂടി സുഖമായി ജീവിക്കുക എന്ന്. ആത്മദേവൻ അതിൽ തൃപ്തനായില്ല. അപ്പോഴും അദ്ദേഹം പറഞ്ഞു, ചില സമയങ്ങളിൽ പുത്രന്മാരുണ്ടായാൽ അതും നമുക്ക് ദോഷകരമായി അനർത്ഥഹേതുവായി തീരും. അതിന് ഉദാഹരണമായി അദ്ദേഹം പറഞ്ഞു, സകരൻ, ദശരഥൻ രണ്ടുപേരും പുത്രദുഃഖം അനുഭവിച്ചാണ് ഇരിക്കുന്നത്. പുത്രദുഃഖം 2 വിധമുണ്ട്. എന്താണ്? അതായത് സന്താന ദുഃഖം, പുത്രദുഃഖം 2 വിധമാണ് എൻ്റെ പുത്രമുള്ളത്. ഒന്ന്, പുത്രനില്ലാതിരിക്കുക, ജനിക്കാതിരിക്കുക, അതും പുത്രദുഃഖമാണ്. രണ്ടാമത്, ജനിച്ച പുത്രന്മാർ മുടിയന്മാരായി തീരുക. അതായത് എല്ലാവരും വൃത്തികെട്ട ഹീനമായ ജോലികളും ചെയ്യാൻ അവൻ തയ്യാറായി ആ കുടുംബത്തിൻ്റെയും അച്ഛൻ്റെയും പേര് നശിപ്പിക്കുക, മുടിയനായ പുത്രൻ.
ഇങ്ങനെ രണ്ടും സംഭവിക്കുക. അതിൽ സകരനും ദശരഥനും എന്ത് സംഭവിച്ചു നമുക്കറിയാം. രണ്ടുപേരും പുത്രദുഃഖം കൊണ്ടാണ് മരിച്ചത്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്നതിനേക്കാളും നല്ല പുത്രന്മാരില്ലാതിരിക്കുകയല്ലേ എന്ന് ചോദിച്ചു. അദ്ദേഹം ഈ ബ്രാഹ്മണന് തൃപ്തിയായില്ല. അദ്ദേഹം പലതും ബാധിച്ചു. അധികം വേണം, തനിക്കൊരു പുത്രൻ വേണം എന്നുള്ള ഒരു തീരുമാനം അദ്ദേഹം പറഞ്ഞു. എനിക്ക് എങ്ങനെയെങ്കിലും ഒരു പുത്രനെ നൽകണം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് പുത്രയോഗമില്ല. അഥവാ ഒരു പുത്രൻ ജനിച്ചാൽ കൂടെ അവനെ കൊണ്ട് നിങ്ങൾക്ക് മനഃശാന്തി ലഭ്യമല്ല, മൂഢനായ പുത്രനായിത്തീരും. ലോകം എന്നും നിങ്ങളെ പരിഹസിക്കത്തക്ക വിധത്തിലായിത്തീരും എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോഴും ആത്മദേവന് തൃപ്തിയായില്ല. എങ്ങനെയും തനിക്കൊരു പുത്രൻ വേണം. അപ്പം മഹർഷി വിചാരിച്ചു, വിധിയുടെ കളിയാണ് അവിടെ നടക്കുന്നത്, അതിനെ മാറ്റാൻ ആർക്കും സാധിക്കില്ല എന്ന് മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഒരു മാമ്പഴം ധ്യാനിച്ച് അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുത്തു. ഇത് കൊണ്ടുപോയി താങ്കളുടെ ഭാര്യയ്ക്ക്, പത്നിക്ക് കൊടുത്ത് ഭക്ഷിക്കാൻ കഴിക്കുക. ഇത് കഴിച്ച ശേഷം ഒരു വർഷക്കാലം ശുചിത്വത്തോടുകൂടി ദൈവത്തെ പ്രാർത്ഥിച്ചുകൊണ്ട് രാവും പകലും കുടി ശുദ്ധി എല്ലാം ചെയ്തുകൊണ്ട് വ്രതാനുഷ്ഠങ്ങളോടുകൂടിയ കൊണ്ട് ജീവിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു സുന്ദരനും ബുദ്ധിമാനുമായ ഒരു പുത്രൻ ജനിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ആത്മദേവന് വളരെ സന്തോഷമായി. അദ്ദേഹം ഉടനെ ഈ പഴം കൊണ്ടുപോയി ഭാര്യയ്ക്ക് കൊടുത്തു. ഭാര്യയ്ക്കാണെങ്കിൽ പ്രസവിക്കാൻ ഇഷ്ടമില്ല. പക്ഷെ ആത്മദേവൻ്റെ മുമ്പിൽ അവർ വളരെ സന്തോഷമായി വാങ്ങി ഒരു ഡ്രാമ ഒക്കെ അവിടെ നടിച്ച് കാട്ടി ആത്മദേവൻ പോയി. ആത്മദേവനെ കാണാതെ തൻ്റെ ഭർത്താവിനെ വഞ്ചിച്ച്, ഈ ഭാഷയാണ് ഇവിടെ പറയേണ്ടത്, ഭർത്താവിനെ വഞ്ചിച്ച് ആരും കാണാതെ പുല്ലിൽ പൊതിഞ്ഞ് വീട്ടിലിരിക്കുന്ന പശുവിന് തിന്നാൻ കൊടുത്തു. എന്നിട്ട് താൻ തിന്നതായി അനുഭവിച്ച് ഇങ്ങനെ ഇരുന്നു. പിന്നെ ഇനി അയാൾക്ക് 10 മാസം കഴിഞ്ഞ ഗർഭം കഴിഞ്ഞ കുട്ടി വളരണമല്ലോ, എന്ത് ചെയ്യും എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ദുന്ദുലിയുടെ സഹോദരി അവിടെ വരുന്നത്. അപ്പോൾ സഹോദരിയോട് ഈ കാര്യങ്ങളെല്ലാം അവർ തുറന്നു പറഞ്ഞു. പറയാതെ നിവർത്തിയില്ല, എന്തെങ്കിലും ഒരു വഴി കാണണമല്ലോ. അപ്പോൾ സഹോദരി പറഞ്ഞു, ചേച്ചി പേടിക്കേണ്ട, അതിന് മാർഗം ഉണ്ടാക്കാം. ഞാൻ ഗർഭിണിയാണ്, അതുകൊണ്ട് ഞാൻ പ്രസവിച്ചാൽ ആ കുട്ടിയെ ഇവിടെ കൊണ്ടുതരാം. അതുവരയ്ക്കും ചേച്ചി ഗർഭിണിയാണെന്ന് നടിച്ച് ആത്മദേവനെ തൃപ്തിപ്പെടുത്തണം. ഓ ശരി. അങ്ങനെ രണ്ടുപേരും കൂടി ഇതായി അവരവിടേക്കും പോയി. 10 മാസം കഴിഞ്ഞു, കുട്ടി ജനിച്ചു. ആത്മദേവൻ വളരെ സന്തുഷ്ടനാണ്. എന്താ തനിക്ക് കുട്ടി ജനിക്കാൻ പോകണമെന്നൊക്കെ അറിഞ്ഞപ്പോൾ ആരും അറിയാതെ സഹോദരി ആ കുട്ടിയെ ഇവിടെ കൊണ്ടുവച്ച് പോയി. അപ്പോൾ കുട്ടി ജനിച്ചതായ വീട്ടിലൊക്കെ അറിഞ്ഞു. എല്ലാവരും നാട്ടുകാരും മുഴുവൻ സന്തോഷിച്ച്, ഈ മഹാപ്രഭുവിന് ഇങ്ങനെ ഒരു കുട്ടി ഉണ്ടായല്ലോ, പാവം, ഇത്രയും കഷ്ടപ്പെട്ട ഫലത്തിന് കിട്ടിയ ദൈവം അദ്ദേഹത്തിനെ അനുഗ്രഹിച്ചു എന്നൊക്കെ പലതും പറഞ്ഞു. ആത്മദേവൻ വളരെ സന്തോഷിച്ചു. ആ കുട്ടിക്ക് ദുന്ദുകാരി എന്ന് നാമകരണം ചെയ്തു. സന്തോഷിച്ചിരിക്കുമ്പോൾ ഇനിയാണ് പ്രധാന ഘട്ടങ്ങൾ വരുന്നത്. അപ്പോൾ ഈ കുട്ടി വളരണമെങ്കിൽ കുട്ടിക്ക് പാല് കൊടുക്കണം, മാതൃപാല് കൊടുക്കണം. ഇന്നത്തെ പോലെ മിൽമയോ അല്ലെങ്കിൽ വേറെ പാൽപ്പൊടികളോ ഒന്നുമില്ല. മിൽമയൊന്നും ആശ്രയിക്കാൻ പറ്റില്ല. മാതാവിൻ്റെ പാല് തന്നെ കൊടുക്കണം. അതിനെന്താ വഴി? അവിടെയാണ് വീണ്ടും അവർ ഭർത്താവിനെ വഞ്ചിക്കുന്നത്. ആത്മദേവനോട് പറഞ്ഞു, എൻ്റെ സ്ഥനത്തിൽ പാലില്ല, അതുകൊണ്ട് കുട്ടി വളരാൻ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് എൻ്റെ സഹോദരി അവിടെ പ്രസവിച്ചു, ആ കുട്ടി മരിച്ചുപോയി. അവൾക്കാണെങ്കിൽ ധാരാളം പാലുണ്ട്, സ്ഥനത്തിൽ പാലുണ്ട്, അവളെ വരുത്തിക്കാം, കുട്ടി വളരുന്നവരെ അവളെ വരുത്തിക്കാം. ആത്മദേവന് വളരെ സന്തോഷമായി. കാരണം വളരെ കാലത്തിന് ശേഷം ഒരു പുത്രൻ ജനിച്ചിരിക്കുകയാണ്, ആ കുട്ടിയെ വളർത്തേണ്ടതാണല്ലോ. ഉടനെ ശരി പറഞ്ഞു. ആ സ്ത്രീ സഹോദരി വന്നു, പാല് കൊടുത്തു. പുത്രൻ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇരിക്കുന്ന കാലത്തിൽ ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ പശു പ്രസവിച്ചു. പശു പ്രസവിച്ചപ്പോൾ അതിസുന്ദരനായ ഒരു ആൺകുട്ടി, സൂര്യഭഗവാന് തുല്യം.
എല്ലാം കൊണ്ടും ശരീരം നല്ല വെളുത്ത ശരീരം, മുഖം ചന്ദ്രബിംബം പോലെ, അങ്ങനെ പലതുകൊണ്ടും ആ കുട്ടിയെ കണ്ടാൽ അത്ഭുതം തോന്നും. പക്ഷേ ഒന്ന് മാത്രം വിശേഷം ഉണ്ടാകുന്നത്, കർണം, അതായത് ചെവി പശുവിൻ്റെ ചെവി പോലെ ഉണ്ടായിരുന്നു. ഇതൊരു അത്ഭുതമാണല്ലോ. നാട്ടുകാർക്കൊക്കെ അത്ഭുതം തോന്നി. ഇങ്ങനെ ജനിച്ചുവല്ലോ ആത്മദേവൻ്റെ പശുവിനെ ജനിച്ചുവല്ലോ, അതുകൊണ്ട് ആത്മദേവനെ തന്നെ ആയിരിക്കണം അതിൻ്റെ പിതാവ്. അങ്ങനെ ഇങ്ങനെ പല സംശയങ്ങളും വെച്ചു. ആത്മദേവൻ എന്ത് ചിന്തിച്ചു? അത് സ്വന്തം പുത്രനെ പോലെ അതിനെ വളർത്തി. അത് പിതാക്കന്മാർ എന്ന സ്മൃതി വേണം. എന്താ വെച്ചാൽ, ഭക്ഷണം നൽകി വളർത്തുന്ന ആൾ 1, ഭയത്തിൽ നിന്ന് മോചിപ്പിക്കുന്നവൻ 2, വിദ്യാഭ്യാസം നൽകുന്നവൻ 3, മന്ത്രം ഉപദേശിക്കുന്നവൻ 4, ജീവിക്കാനുള്ള മാർഗം പറഞ്ഞു കൊടുക്കുന്നവൻ 5. ഇങ്ങനെ 5 ഗുണങ്ങളിൽ ഉള്ള ഒരു മനുഷ്യൻ പിതാവ് എന്ന സ്ഥാനത്തിന് അർഹനാണെന്നാണ് നമ്മുടെ പുരാണങ്ങൾ പറയുന്നത്. അപ്പോൾ ഈ അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ നാട്ടുകാരെല്ലാം പറഞ്ഞു ഇതൊക്കെ അദ്ദേഹത്തിനുള്ളതുകൊണ്ട് അദ്ദേഹം പിതാവ് തന്നെയാണ്, വളർത്തച്ഛൻ പിതാവ്. ആത്മദേവനും വളരെ സന്തോഷമായി ഇങ്ങനെ ഇരുന്നത്. ദുന്ദുലയാണെങ്കിൽ ദുന്ദുകാരിയാണെങ്കിൽ വളരെ മോശമായി നടക്കാനും തുടങ്ങി. 2 പേർക്കും എല്ലാം നാമകരണം എല്ലാം ചെയ്തു. ഞാൻ മുമ്പൊരിക്കൽ പറയണ്ടായി, അച്ഛന് ഉപദേശം നൽകിയത് കേട്ടിട്ടുണ്ട്, അമ്മയ്ക്ക് ഉപദേശം നൽകിയത് കേട്ടിട്ടില്ല എന്ന് ഒരിക്കൽ പറയണ്ടായി. അച്ഛൻ ഉപദേശം നൽകിയ രണ്ടാമത്തത് ആരാണ്? ഗോകർണൻ. അതായത് പശുവിൻ്റെ കർണമുള്ളതുകൊണ്ട് ആ കുട്ടിക്ക് ഗോകർണൻ എന്ന് പേര് വെച്ചു. അതിബുദ്ധിമാനാണ്. അപ്പോൾ ഗോകർണൻ ഈ കുട്ടിയുടെ സമയത്ത് അച്ഛനെ ഉപദേശിച്ചു, അച്ഛാ, ഇനി നിങ്ങൾ ഈ ഗൃഹസ്ഥാശ്രമം വെടിഞ്ഞ് വനത്തിൽ വാനപ്രസ്ഥം പോകണം. അപ്പോൾ മാത്രമേ സമാധാനം കിട്ടുള്ളൂ. ഇവിടെ നിന്നാൽ സമാധാനം കിട്ടില്ല. നിങ്ങൾക്ക് അതാണ് യോഗ്യത എന്ന പല ഉപദേശങ്ങളും ഗോകർണൻ തൻ്റെ വളർത്തച്ഛനായ ആത്മദേവന് നൽകി. അദ്ദേഹത്തിന് തോന്നി, ശരിയാണ്, നമ്മളിനി ഇവിടെ ജീവിച്ചിട്ട് കാര്യമില്ല, മകനും ഭാര്യയും ശരിയല്ല, വാനപ്രസ്ഥത്തിന് പോവാം. അപ്പോൾ അദ്ദേഹത്തിന് ഒരു കാര്യം ഓർമ്മ വന്നു. ആ ഋഷീശ്വരൻ അന്ന് പറഞ്ഞു, നിങ്ങൾക്കൊരു പുത്രനുണ്ടായാൽ അവൻ മുടിനായ പുത്രനായിത്തീരും എന്ന് പറഞ്ഞു. അന്നത് കേട്ടിരിക്കാമായിരുന്നു എന്ന് തോന്നി. പക്ഷേ അദ്ദേഹം സങ്കടത്തോടുകൂടി വാനപ്രസ്ഥം പോയി അവിടെ വെച്ച് മരിച്ചു. ഗോകർണൻ എന്ത് ചെയ്തു വെച്ചാൽ, ശരി, ഒന്ന് തീർത്ഥാടനം നടത്തിയിട്ട് വരാം എന്ന് വിചാരിച്ച് അദ്ദേഹവും തീർത്ഥാടനത്തിന് പോയി. ഇവിടെ ദുന്ദുകാരി എല്ലാവിധമായ വൃത്തികെട്ട കാര്യങ്ങളും ചെയ്തു. കൊള്ള, കൊല, സ്ത്രീ പീഡനം, അമ്മയെ പീഡിപ്പിച്ചു എന്ന് വരയ്ക്കും പറയുന്നുണ്ട്. അമ്മയല്ല ദുന്ദുരി, എന്നാലും അത്രയും നീചമായ പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരുന്നു. കുറേ സ്ത്രീകളെ വീട്ടിൽ വെച്ച് വേശ്യാസ്ത്രീകളെ 5 സ്ത്രീകളെ വഹിച്ചിരുന്നു. കൊള്ള, കൊല എല്ലാം ചെയ്തിരുന്നു. നാട്ടുകാർക്ക് ഇതൊരു തലവേദനയായിരിക്കുന്നു. അങ്ങനെ രാജ്യഭരണകാരല്ലോ അല്ലേ അന്ന്. അപ്പോൾ ഇത് നാട്ടിൽ മുഴുവൻ പരന്നു. ഈ ദുന്ദുകാരിയാണ് എല്ലാം ചെയ്യുന്നത്, ഇവിടുത്തെ കൊള്ള കൊലയൊക്കെ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ രാജകിങ്കരന്മാർ വന്ന് ഇയാളെ പിടിച്ചോണ്ട് പോകും എന്ന് വിചാരിച്ചു വീട്ടിൽ വെച്ചിരുന്ന 5 സ്ത്രീകൾ. അതിൻ്റെ ഇടയിൽ ദുന്ദുലിക്ക് ഈ മകൻ്റെ ഉപദ്രവം സഹിക്കാൻ വയ്യാതെ, പട്ടിണിയും ഉപദ്രവവും എല്ലാം സഹിക്കാൻ വയ്യാതെ സ്വന്തം ഭവനത്തിലുള്ള കിണറിൽ വീണ് ആത്മഹത്യ ചെയ്തു. ദുന്ദുലിയുടെ ഇത് നോക്കണം, ആത്മഹത്യ ചെയ്തു. ഈ ദുന്ദുകാരി ഇങ്ങനെ വൃത്തികെട്ട കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇവർ ഈ 5 സ്ത്രീകളാണ് വെച്ചിരിക്കുന്നത്. ഈ 5 സ്ത്രീകൾക്ക് എന്തു തോന്നി, രാജഭടന്മാർ വന്ന് ഇവരെ പിടിച്ചുകൊണ്ട് പോയാൽ നമ്മളും പെടും, നമ്മളെയും പല ഉപദ്രവങ്ങൾ ചെയ്യും, അതുകൊണ്ട് ഇയാളെ ആദ്യം കൊല്ലണം എന്ന് തീരുമാനിച്ചു. അവർ സ്വീകരിച്ച മാർഗം നോക്കൂ. അദ്ദേഹം രാത്രിയിൽ ഉറങ്ങുന്ന സമയത്ത് കത്തിച്ച് ചാമ്പലാക്കി കളഞ്ഞു.
ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. അന്ധവിശ്വാസം കുറച്ച് ഇവിടെ പറയുന്നുണ്ട്. എന്താ വെച്ചാൽ ഈ അവർക്ക് വേറെയും വെട്ടിക്കൊല്ലാമായിരുന്നു, വിഷം കൊടുത്ത് കൊല്ലാമായിരുന്നു. ഇതൊക്കെ ചെയ്യാതെ ഇത് ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ അവരുടെ ഇടയിൽ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. അഗ്നിബാധ ഏൽപ്പിച്ച് മരിക്കുന്നവർക്ക് പുനർജന്മമില്ല, അവർ പ്രേതമാവില്ല എന്നൊരു വിശ്വാസം പൊതുവെ അന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ വിചാരിച്ചു ഇയാളെ കൊണ്ട് ആ പ്രേതവും ആവില്ല, പേടിക്കണ്ട എന്ന് പറഞ്ഞ് ഇയാളെ ഏച്ചു കൊണ്ട് തൊടിയിൽ തന്നെ ഭസ്മമാക്കി കളഞ്ഞു. അയാളാണെങ്കിലോ ഭയങ്കരമായ പ്രേതമായി നാട്ടിൽ ഉപദ്രവിക്കാൻ തുടങ്ങി. പ്രേതങ്ങൾ എന്തെല്ലാം ചെയ്യുമോ ആ പ്രവൃത്തിയെല്ലാം ചെയ്തുകൊണ്ടിരുന്നു. രാത്രികാലങ്ങളിൽ മനുഷ്യർക്ക് സഞ്ചരിക്കാൻ വയ്യാതായി. അങ്ങനെ പല പല വീടുകളിലും പല കർമ്മങ്ങളും ചെയ്തു നോക്കി, ഇയാൾ അടങ്ങുന്നില്ല. അങ്ങനെ ആയ സമയത്ത് ഗോകർണൻ ഇതെല്ലാം കഴിഞ്ഞ് മടങ്ങുന്ന വഴിക്ക് ചില ആളുകളിൽ നിന്ന് ഈ വർത്തമാനം കേൾക്കാനിടയായി. അദ്ദേഹം ഉടനെ ഗയയ്ക്ക് പോയി. അവിടെ പോയി ഗയാശ്രാദ്ധം മുട്ടി ഇവർക്കെല്ലാം മോചനം ലഭിക്കുവാൻ വേണ്ടി എല്ലാവിധ സൽക്കർമ്മങ്ങളും, ഹിന്ദുധർമ്മത്തിൽ പറയുന്ന എല്ലാവിധ സൽക്കർമ്മങ്ങളും ഗയാശ്രാദ്ധവും കഴിഞ്ഞ് തിരിച്ചു വന്നു. തിരിച്ചു ഭവനത്തിൽ വന്നപ്പോൾ കണ്ട കാഴ്ച ഇതുതന്നെയാണ്. അദ്ദേഹം ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു പ്രേതം വന്നിങ്ങനെ നിൽക്കുന്നു. അപ്പോൾ അയാൾ ചോദിച്ചു, നീ ആരാണ് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഞാൻ എൻ്റെ സഹോദരനാണ്, ഇങ്ങനെ എല്ലാവിധ വൃത്തികേട്ടും ചെയ്ത് ഞാൻ മരിച്ചുപോയി, ഞാൻ പ്രേതമായി അലയാണ് എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞ സമയത്ത് അതിൻ്റെ അടുത്ത് വേറെ ഒരു പ്രേതം വളരെ കൃതകാശ്രയായി വളരെ വളരെ ക്ഷീണിച്ച് നിൽക്കുന്ന ഒരു സ്ത്രീയുണ്ട്. അവർ പറഞ്ഞു, ഞാൻ ദുന്ദുലിയാണ്, ഞങ്ങളിങ്ങനെ അലഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക്. അപ്പോൾ ഇവർ പറഞ്ഞു, ഗയാശ്രാദ്ധം വരെ ഞാൻ കൂട്ടിക്കഴിഞ്ഞു, നിങ്ങളുടെ ആത്മാവിന് ശാന്തി കിട്ടാൻ എന്തെല്ലാം വിധമുണ്ടോ സൽക്കർമ്മങ്ങളുണ്ടോ അതെല്ലാം ചെയ്തു, എന്നിട്ടും നിങ്ങൾക്ക് എന്തുകൊണ്ട് മോചനം കിട്ടിയില്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്ന് അദ്ദേഹം അവരോട് പറഞ്ഞു. അദ്ദേഹം സ്വയം വരും. പിറ്റേ ദിവസം രാവിലെ പ്രാതസന്ധ്യാവിലെ എല്ലാം കഴിച്ച് അദ്ദേഹം ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന് മനസ്സ് ഇങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ചെവിയിൽ വന്ന് ആരോ ഉപദേശിക്കുന്ന പോലെ തോന്നി. എന്താണ്? ഇതുകൊണ്ടൊന്നും ഫലമില്ല, സപ്താഹം കഴിക്കുക, 7 ദിവസം സപ്താഹം, ഭാഗവത സപ്താഹം കഴിച്ചാൽ ഇവർക്കെല്ലാം മോചനം ലഭിക്കും, ഈ പ്രേതങ്ങൾക്കെല്ലാം മോചനം ലഭിക്കും എന്ന് സൂര്യഭഗവാൻ ഇദ്ദേഹത്തിൻ്റെ ചെവിയിൽ, ഗോകർണൻ്റെ ചെവിയിൽ ഉപദേശിച്ചു എന്ന് പറയണം. അതിന് പല കാരണങ്ങളും അദ്ദേഹം പറഞ്ഞു, ഞാനിവിടെ വർണ്ണിക്കുന്നില്ല, സമയമായി കഴിഞ്ഞു. അതനുസരിച്ച് ഗോകർണൻ 7 ദിവസം സപ്താഹ യജ്ഞം നടത്തി. അവിടെ 7 ദിവസം കഴിഞ്ഞ സമയത്ത് ഈ പ്രേതങ്ങൾക്കെല്ലാം മോചനം കിട്ടി. അവർ പ്രേതരൂപമല്ലാതെയായി, അവർക്ക് ആത്മാവിന് ശാന്തി കിട്ടി എന്നാണ്. അത്രയും ശ്രേഷ്ഠമാണ് ഭാഗവത പാരായണം. സപ്താഹം അതിലും ശ്രേഷ്ഠമാണ് ഭാഗവത പാരായണം എന്ന് വെച്ചാൽ ഭഗവാന്റെ എല്ലാ അവതാരങ്ങളിലും, ഞാൻ പല പ്രാവശ്യം പറഞ്ഞാണ്, എല്ലാ അവതാരങ്ങളുടെയും എല്ലാ ലീലകളും അടങ്ങിയിരിക്കുന്ന ഒരു ഇതാണ്. അതുകൊണ്ട് അങ്ങനെയാണ് ഗോകർണൻ്റെ ചരിതം. നമസ്കാരം, നന്ദി. സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലോകത്തിന് വേണ്ടി ചെയ്യുക. ലോകാ സമസ്താ സുഖിനോ ഭവന്തു, ലോകാ സമസ്താ സുഖിനോ ഭവന്തു, ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ധർമ്മോ രക്ഷതി രക്ഷിതഃ, ധർമ്മോ രക്ഷതി രക്ഷിതഃ, ധർമ്മോ രക്ഷതി രക്ഷിതഃ. നമസ്കാരം.